നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL ഏറ്റെടുത്തതിലൂടെ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് കേസ്. സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ ആസ്തികൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടി രജിസ്ട്രാർമാർക്ക് ഏപ്രിൽ 11-ന് കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2000 കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കളുടെ നിയന്ത്രണം നേടുന്നതിനായി യങ് ഇന്ത്യൻ AJLന്റെ ആസ്തികൾ ദുരുദ്ദേശപരമായ രീതിയിൽ ഏറ്റെടുത്തുവെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. AJLന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ട 988 കോടി രൂപയുടെ കുറ്റകൃത്യ വരുമാനം വെളുപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് EDയുടെ നടപടി. സ്വത്തുക്കളുടെ നേരത്തെയുള്ള താൽക്കാലിക കണ്ടുകെട്ടൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അടുത്തിടെ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. 2023 നവംബറിൽ ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിലെ 661 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാവര വസ്തുക്കളും 90.2 കോടി വില വരുന്ന AJL ഓഹരികളും ED താൽക്കാലികമായി കണ്ടുകെട്ടിയിരുന്നു. ഏപ്രിൽ 10-ന് ഈ കണ്ടുകെട്ടൽ സ്ഥിരീകരിച്ചു. മുംബൈയിലെ ഹെറാൾഡ് ഹൗസിലെ 3 നിലകളിലെ നിലവിലെ താമസക്കാരായ ജിൻഡാൽ സൗത്ത് വെസ്റ്റ് പ്രൊജക്ട്സിന് പ്രത്യേക നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭാവിയിലെ എല്ലാ വാടക പേയ്മെന്റുകളും EDയിൽ നേരിട്ട് നിക്ഷേപിക്കാൻ കമ്പനിയോട് നിർദ്ദേശിച്ചു. കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെട്ട സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക അവിശുദ്ധ ബന്ധത്തിലൂടെയാണ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി സമ്പാദിച്ചതെന്നും വെളുപ്പിച്ചതെന്നും ഏജൻസി ആരോപിക്കുന്നു. 2014-ൽ ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ നിന്നാണ് 2021-ൽ EDയുടെ അന്വേഷണം ഔപചാരികമായി ആരംഭിച്ചത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യൻ വഴി 50 ലക്ഷം രൂപയ്ക്ക് AJLന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തതായി പരാതിയിൽ ആരോപിക്കുന്നു. നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്വേഷണം തുടരാൻ അനുവദിച്ചു. അന്വേഷണത്തിനിടെ ED ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡുകളും പിടിച്ചെടുക്കലുകളും നടത്തി. സാമ്പത്തിക ക്രമക്കേടുകളുടെ കൂടുതൽ തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രേഖകൾ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. വ്യാജ സംഭാവനകളിലൂടെ 18 കോടി രൂപയുടെ അനധികൃത ഫണ്ട് സമാഹരിക്കുന്നതിനും 38 കോടി രൂപയുടെ മുൻകൂർ വാടകയും പരസ്യങ്ങളിലൂടെ 29 കോടി രൂപയും